സിനിമ ജൂൺ 6 ഇറങ്ങുന്നത്. തഗ് ലൈഫ് സിനിമ ഇറങ്ങുന്നത് ജൂൺ 5. നമ്മൾ പൊതുവെ ഫേസ് വാല്യൂ നോക്കിയാ കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് പൊതുവെ കുറവല്ലേ മലയാളത്തിൽ സ്ത്രീകൾക്കൊന്നും ചെയ്യാനില്ലല്ലോ. അവിടെ കൊണ്ടുപോയിട്ട് സ്ത്രീകൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടാകാം. അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ നിങ്ങൾ 3 പേരും ചെയ്യോ? വലിപ്പിച്ചെറു ഇതൊന്നുമില്ല. അത് ഈ കൂലല്ലേ നമ്മള് സായികുമാറേട്ടനെ ഓർമ്മ കാണുമ്പോ പൊട്ടയല്ല ഇത് അങ്ങനെ എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള സെൻസ് ഞാനൊരു അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഹായ് ഹലോ വെൽക്കം ടു സിനിമ ടെക്. തഗ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഒരുപാട് തഗ് അടിക്കാൻ എന്നോടൊപ്പം ഉള്ളത് സാധിക വേണുഗോപാൽ, ദേവ് സക്കറിയ. നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കട്ടെ, എല്ലാരും പരസ്പരം തഗ് അടിക്കുന്നവരാണോ? ഞാൻ ആ കാര്യത്തിൽ കുറച്ച് പുറകിലോട്ടാ. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷനാ, പുറകിൽ നിന്ന് പറഞ്ഞു തരും, ഇത് പറഞ്ഞാൽ ഇത് കറക്റ്റ് ആവും. ഞങ്ങൾക്ക് ലീഡ് ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് തഗ്ഗടിക്കാൻ. ഇതിൽ ശരിക്കും തഗ്ഗിന്റെ ഒരു ഉസ്താദ് ഉണ്ട്, ധ്യാൻ ശ്രീനിവാസൻ അല്ലേ? ഇന്റർവ്യൂവിൽ ഇല്ല ധ്യാൻ ശ്രീനിവാസന്റെ തഗ് കേട്ടിട്ട് എല്ലാരും എന്താ പറയാ ആ വാക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് എല്ലാരും അന്താളിച്ച് നിന്നിട്ടുണ്ട്. എല്ലാരും കോമ്പിനേഷൻ സീൻ ഉണ്ടോ ധ്യാൻ ചേട്ടന്? ഞാനായിട്ട് കോമ്പിനേഷൻ സീൻസ് ഇല്ല. എനിക്ക് ദേവിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. ആൻഡ് അത് അല്ലേ ഇവർ രണ്ടുപേരും ധ്യാനിന്റെ കൂടെ, കാരണം ആ സീക്വൻസിൽ ഞാൻ ഇല്ല. അപ്പൊ അത് കാരണം എനിക്ക് അറിയില്ല അവിടെ എന്തൊക്കെയാ സംഭവിച്ചിട്ടുള്ളത്. ഞാനായിട്ട് അഭിനയിക്കുമ്പോൾ നമുക്ക് തഗ് ഫീൽ തന്നെയാണ്, എന്തിനും നല്ല ത്രില്ലാണ്. ഇന്റർവ്യൂവിൽ കാണുന്ന ഒരു ധ്യാൻ ചേട്ടനുണ്ടല്ലോ, അതുപോലെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സെറ്റിൽ എങ്ങനെയാണ്? അഭിനയത്തിന്റെ കാര്യത്തിൽ പുള്ളി വേറെ സ്റ്റൈലാണ്. ഇന്റർവ്യൂ കാണുന്ന ആളെ അല്ല, അത് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ സാധനമുള്ളത്. അത് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ക്യാരക്ടറാണ്, പക്ഷെ ക്യാമറ കട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഇടയ്ക്ക് ബ്രേക്ക് വന്നാലും എങ്ങനെ, കാരണം ആള് ഒരു ഇതുമില്ല, ഫേക്ക് അല്ല, വളരെ റിയൽ ആയിട്ട് എന്താണോ അപ്പൊ തോന്നുന്നത്, എന്താണോ ചെയ്യുന്നത് അത് അതേപോലെ ഡയറക്റ്റ് ആയിട്ട് ധ്യാനം എന്താണോ അതാണ് നമ്മളെല്ലാരും കാണുന്നത്. ലൈഫ് സ്റ്റൈൽ ആ രീതിയിൽ അങ്ങ് കൊണ്ടുപോകുള്ളൂ. മറ്റുള്ളവരെ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയുടെ മെയിൻ. ഒരു വലിയ മറ്റുള്ളവർ നമ്മളെ തമാശയായിട്ട് ചിരിക്കുന്ന ഒരു വലിയ കാര്യം, അല്ലെങ്കിൽ അത് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചളിയാവും, ചളിയും തമാശയും തമ്മില് മാറ്റം ഉണ്ടല്ലോ. അതെ, നിങ്ങൾ എങ്ങനെയായിരുന്നു സെറ്റിലൊക്കെ? ദേവേട്ടൻ പുതുമുഖം അല്ലേ? സിനിമയില് ഇങ്ങനെ ഒരു റോള് ആദ്യമായിട്ടാണ്, അല്ലാതെ സിനിമകളിൽ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ വേഷം. സാധിക വേണുഗോപാൽ ആ പേര് മലയാളികൾക്ക് ആദ്യം തൊട്ടേ സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ്. മോഡലിംഗ്, അതുപോലെ തന്നെ സിനിമ സീരിയലിലൊക്കെ സജീവമായിട്ടാണ്. ഇപ്പൊ കോസ്റ്റ്യൂം തന്നെ കണ്ടോ, ഭയങ്കര വെറൈറ്റി ലുക്കാണ്. എങ്ങനെയാണ് ഈ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതെനിക്ക് ചോദിക്കണം എന്നുണ്ടായി നേരിട്ട് കാണുമ്പോ. പറ്റില്ല എന്നാലും ഇല്ല, ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഫാമിലി വൈസ് അമ്മയൊക്കെ എപ്പോഴും യങ്ങായി, അല്ലെങ്കിൽ എപ്പോഴും സന്തോഷിച്ച് നമ്മൾ എത്രത്തോളം ഇരിക്കുന്നു അത്രത്തോളം നമ്മൾ ഹാപ്പി ആയിരിക്കും, ലൈക്ക് നമ്മൾ എനർജറ്റിക് ആയിരിക്കും, നമ്മുടെ ലൈഫ് നൈസായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ അച്ഛനും അമ്മയും പഠിപ്പിച്ചത് അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലാണെങ്കിലും മാക്സിമം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സ്ട്രെസ്സും ഒന്നും ഇല്ലാതെ ഇരിക്കുക എന്നതാണ്. അപ്പോൾ അതും നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്ന് പോകും, കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഈ പറഞ്ഞ ഒരു സാധനം പുറത്തു ചാടിയിട്ടുണ്ട്, ആള് സൈക്കോളജിസ്റ്റ് ആണ്, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഈ പറഞ്ഞ വാക്കുകളുടെ പുറകിലുള്ള സംഭവം. എന്നുവെച്ചാൽ സന്തോഷിച്ച പ്രായം കുറയും, നമ്മളെപ്പോഴും ചിരിച്ച പ്രായം കുറയും എന്ന് പറയാറില്ലേ? സത്യമാണ് അത്. അതാണ് പ്രായം, നമ്മൾ എന്തായാലും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും, പ്രായം കൂടും. പക്ഷെ നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കും, തോന്നിക്കില്ല. നമ്മുടെ ഫേസിലായാലും ഇപ്പം നമ്മൾ പല റിങ്കിൾസും കാര്യങ്ങളൊക്കെ, അത് നമ്മൾ എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടും കാര്യങ്ങളൊക്കെ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ ഫേഷ്യൽ എപ്പോഴും അത് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കും, ഫേഷ്യൽ മസിൽസ് ഒക്കെ. അപ്പം ആ സമയത്ത് അത് അത്രയും നമ്മുടെ ഫേസിനെ അത്രയും അത് എന്താ പറയാ ഭംഗിയാക്കി നിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ചെറിയ കുട്ടികളുടെ കൂടെ ഇടപഴകുക, നമ്മളിൽ വെച്ച് പ്രായം കുറഞ്ഞ ആൾക്കാരുടെ കൂടെ കുട്ടിത്തം സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ചെറിയ കുട്ടികളാണോ ഫ്രണ്ട്സ്? ഫ്രണ്ട്സ് എന്നല്ല, ഞാൻ തന്നെ ചെറിയ കുട്ടിയാണ്. അതാണ് കുട്ടികളെ സൂക്ഷിക്കുക എന്നാണ്.
കുട്ടികളുടെ കൂടെ പോയി അത്രയും സന്തോഷം. ഞാൻ അവരുടെ ലെവലിലേക്കും മാറും, ഇനി മുത്തശ്ശിനെ കണ്ടാൽ ഞാൻ അവരുടെ ലെവലിലേക്കും ഏത് ലെവലിലാണോ അതാണ്. മിങ്കിൾ ചെയ്യാൻ പറ്റും. അതെ അതെ. പിന്നെ ഈ നമ്മുടെ നയൻതാരക്കൊക്കെ ഉള്ള പോലത്തെ ഒരു മാർഗം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അത് എന്താ നമ്മളൊക്കെ ഈ എനിക്ക് വളരെ ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ അത് ടാറ്റു ചെയ്ത സമയത്ത് അതൊന്നും എല്ലാവരും ചെയ്തു. ഇത് ഞാൻ ചോദിക്കാൻ നിന്ന ചോദ്യമാണ്, ഇത് ടാറ്റു ചെയ്തതാണോ അതോ ഒറിജിനൽ ആണോ? ഒറിജിനലാണ്. ടാറ്റു ഒന്ന് ഞാൻ ആക്കി കൊടുത്തു, അത് ഹൈലൈറ്റ് ചെയ്തു. ആദ്യത്തെ ഒന്നും ഫോട്ടോയിൽ ഞാൻ കണ്ടിട്ടില്ല. വളരെ ലൈറ്റ് ആയിട്ടുണ്ട്. എന്റെ എവിടെ ഒരെണ്ണം ഉണ്ട്, അപ്പൊ അതേപോലെ ലൈറ്റ് ആയിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ അവിടെ ഓക്കെ എന്തായാലും ഉണ്ടല്ലോ, പിന്നെ ഒന്ന് ഞാനത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷെ ഭയങ്കര പിന്നെ സുന്ദരിയായിട്ടോ, നല്ല പൊക്കുന്നതല്ല, ഭയങ്കര ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ലാതെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ലായിരുന്നു. നമ്മുടെ സെക്രട്ടറി സൈഡിലേക്ക് പോവാണെങ്കിൽ കണ്ണ് കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. അതെല്ലാരും പറയും കണ്ണ് കാണുമ്പോൾ പേടിയാണ്. പക്ഷെ ഇത്രയും ഈ കൂട്ടത്തിലൊക്കെ പാവം ഞാൻ പാവമാണ്, ഭക്തിയുള്ള ആളാണ്. ആ കാര്യത്തിലൊക്കെ എനിക്ക് ദൈവം തരുന്നതാണ്. നമ്മൾ പറയില്ലേ, നെവർ ജഡ്ജ് എ പേഴ്സൺ ബൈ അതെ പേഴ്സണാലിറ്റി, ഐ മീൻ അപ്പിയറൻസ് എന്ന് പറയും. പിന്നെ നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയില്ലേ. അതാണ്. അപ്പൊ ഞാൻ ഈ വില്ലൻ വേഷം ചെയ്യാൻ പറ്റിയ ആളല്ലേ? ഓ അത് ശരി, പുറത്തിടാൻ നോക്കുക അല്ല, ഇതില് പറയില്ല. സാധാരണ ഒരു വേഷം ചെയ്യുന്നു. ഇതിനു മുമ്പും ഈ പറഞ്ഞ വലിയ വലിയ ആക്ടേഴ്സിന്റെ കൂട്ടത്തില് ചെറിയ ചെറിയ റോൾ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എനിക്കിനകത്തൊരു ഗുണം പറയാൻ, നമ്മുടെ സായി ചേട്ടന്റെ കൂട്ടത്തില് CBI സീരീസില് നേരത്തെയായിട്ട് ഡ്യൂപ്പായിട്ട് ചെയ്തത് ഞാനാണ്. അതിനൊരു ഭാഗ്യം കിട്ടും. സായി ചേട്ടൻ പേഴ്സണലായിട്ട് നോട്ട് ചെയ്ത് വെച്ചിരുന്ന ചില കാര്യങ്ങൾ അത് ഞങ്ങൾ ഇങ്ങനെ കണ്ടപ്പം പറയുകയും ചെയ്തു. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. എന്താണ് സായികുമാറില് സായി ചേട്ടനില് നോട്ട് ചെയ്തത്? എന്താണ് അങ്ങനെ ചെയ്യുമ്പോ അവരുടെ ഒരു ഞാൻ ആദ്യം ചെയ്തപ്പോ എന്തൊക്കെ പറഞ്ഞത്, പുള്ളി വിളിച്ചിട്ടുണ്ട് പറഞ്ഞു, എടാ ഞാൻ ജോജു അല്ല, നീ ജോജുവിനൊപ്പം നടക്കുന്നു, നീ എന്നെപ്പോൾ നടക്കിട്ടോ. ഇരട്ടയില് ചെയ്തല്ലോ. ഇരട്ടയില് ചെയ്തിട്ടുണ്ടായി. ഇരട്ടയില് കുറച്ച് ചെറിയ അല്ല, അതൊക്കെ ചെറിയ ഡൂപ്പല്ല. ഇരട്ടയില് പോലീസുകാരുടെ വേഷം ചെയ്തു. ഇപ്പൊ ഇതിനകത്താണ് ഇത്രയും ഒരു കീ റോള് നമുക്ക് നമ്മുടെ ഡയറക്ടർ ബാലു എസ് നായർ. പക്ഷെ പുള്ളി നമ്മുടെ കഴിവ് കണ്ടെത്തി എന്നല്ല, പുള്ളിക്ക് തോന്നി എന്നെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമെന്ന്. അപ്പം അതിലൂടെ നമുക്ക് ഇതിനകത്തേക്ക് എത്താൻ പറ്റും. ഞാനൊന്നും ചോദിച്ചോട്ടെ, നമ്മുടെ ആ സിനിമയില് സായി ചേട്ടന്റെ ഡ്യൂപ്പായി ചെയ്തു, ഇതില് കോമ്പിനേഷൻ സീൻ ഉണ്ട് തഗ്ഗില്. അപ്പൊ അന്നേരം ഫീൽ ചെയ്ത കാര്യം എന്താണ്? ശരിക്കും അതാണല്ലോ ആദ്യം ഇറങ്ങിയ മൂവി. അതെന്ന് വെച്ചാൽ പുള്ളിയുടെ അന്ന് നമ്മൾ വലിയ ബഹുമാനത്തോടെ അകന്നു നിന്നൊരു കാണുന്ന വെച്ചാൽ പുള്ളിയുടെ മാനസം മാത്രം പിടിച്ച് പുള്ളി നടക്കുന്ന പോലെ നടക്കുക, പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പം അതാണ് അന്ന് കണ്ടിരുന്നത്. വെച്ചാൽ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഇന്നത് കുറച്ചുകൂടെ പുള്ളിയായിട്ട് അടുത്ത് നിന്ന് സംസാരിക്കാനും അടുത്തിടപെടാനും പറ്റിയപ്പോൾ ആ ഒരു ബഹുമാനം എന്നുള്ളത് നിന്നുകൊണ്ട് തന്നെ ആ ഭയം മാറി. ഭയഭക്തി ബഹുമാനം മാറി, ഇവര് സ്നേഹമായി, അഴിയാതെ വിളിക്കേണ്ട ഒരു ബന്ധമായി. അല്ല, സായി ചേട്ടന് ബിന്ദു കുടുംബത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങളൊരു ബന്ധുക്കളെ പോലെ അളിയാതെ വിളിക്കാൻ പറ്റൂല. മോനെ എന്ന് വിളിക്കുന്നിടത്ത് ഞങ്ങള് വീട്ടിൽ ചെന്ന പുള്ളിയുടെ വീട്ടിലൊരു അംഗത്തെ പോലെ ഞങ്ങളെ കൊണ്ടിരുന്ന് സംസാരിപ്പിച്ച്, ഒരുപക്ഷെ അവിടുന്ന് ഇറങ്ങിപ്പോരാൻ പുള്ളിക്ക് ഞങ്ങളെ ഇറക്കി വിടാൻ ബുദ്ധിമുട്ടാണ്. അത്രയും കുടുംബം പോലെ ഞങ്ങൾ നിൽക്കണം. ആക്ച്വലി തഗ് മൂവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാല് ഞങ്ങളതൊരു സിനിമ സെറ്റ് അല്ലായിരുന്നു, ഒരു ഫാമിലി സെറ്റാണ്. അത് എല്ലാവരും ആണെങ്കിലും, സിദ്ദിഖേട്ടനാണെങ്കിലും സായി ചേട്ടനാണെങ്കിലും ബിന്ദു ചേച്ചി ആണെങ്കിലും എല്ലാവരും, വിനീ ചേച്ചി ഒക്കെ വന്നപ്പോൾ എല്ലാവരും ഒരു ഫാമിലിയിൽ എങ്ങനെയാണോ ഒരു കുടുംബമായിട്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു മൂവി എന്ന് വെച്ചാൽ ഇതൊരു ഫാമിലി എന്റർടൈനർ ആണ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ജോണറിൽ പോകുന്ന ഒരു സിനിമയാണ്. അപ്പം അതിന്റെ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ആണെങ്കിലും ബിഹൈൻഡ് ദ ക്യാമറ ആണെങ്കിലും കംപ്ലീറ്റ് ഒരു ഫാമിലി. എല്ലാ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. ഭക്ഷണം ആണെങ്കിൽ എടുത്തു തരുന്നില്ല, ഞങ്ങൾ എടുത്തു കൊടുക്കാൻ റെഡിയാണ്. അങ്ങനെയുള്ള ഒരു കാരണം ഒരുപാട് കാലമായിട്ട് ബാലുവിന്, ഇപ്പം ഞാൻ ബാലുവിൻ്റെ കൂടെ 2 ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പത്തൊരു ക്രിസ്മസ് കരോൾ എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം തൊട്ടേ ബാലുവിനെ എനിക്കറിയാം. ഇവരെല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ബാലുവായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ബാലുവായിട്ടുള്ള കണക്ഷൻ്റെ പുറത്തുള്ള ഒരുപാട് ബാലുവിൻ്റെ ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരും കൂടി ആയിട്ടുള്ള ടീം വർക്കാണ് തഗ് എന്ന് പറയുന്നത് ഈ മൂവി എന്ന് പറയുന്നത്. 70 പേരുടെ ഒരു ടീം, അതായത് പ്രൊഡക്ഷൻ ബോയ് എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് കൊടുക്കാൻ വരുന്ന ആൾ തൊട്ട് പ്രൊഡ്യൂസർ വരെയുള്ള ഒരു ടീം. അത് അത്രയും മിങ്കിൾ ചെയ്താണ് ഞങ്ങൾ കുറച്ച് സമയം കൊണ്ട് എടുത്ത ഫിലിമാണിത്. എന്നാലും നമുക്ക് ശരിക്കും ആ ഫിലിം പാക്കപ്പ് പറഞ്ഞപ്പം എല്ലാരും സാധാരണ പാക്കപ്പ് വാക്കുകളുടെ സന്തോഷിക്കുകയാണ്. പിന്നെ തീർന്നു പോയല്ലോ. ഡയറക്ടർ ഉൾപ്പെടെ ഞങ്ങളെല്ലാരും കരഞ്ഞൊരു ദിവസമാണ് പാക്കപ്പ് ദിവസം എന്ന് പറയുന്നത്. ശരിക്കും ആരൊക്കെ കരഞ്ഞിട്ടുണ്ട് ഇതില്? എനിക്ക് കരയാൻ അവസരം കിട്ടില്ല, കാരണം എനിക്ക് ആകെ വർക്ക് 2 ദിവസം കരഞ്ഞു.
പ്രത്യക്ഷത്തിൽ ബാലു പറഞ്ഞു ഉള്ളിൽ നിന്നും അതെന്താ അറിയോ, നമ്മൾ കൃത്യം ഷെഡ്യൂൾ ചെയ്ത് പോയി, ആ സമയത്ത് തന്നെ അത് തീർക്കാൻ പറ്റി. അപ്പോൾ അടുത്ത ദിവസം ഇങ്ങനെ പിടിച്ച് പോവാ. കുറെ ലേറ്റ് നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴും ഇനി നാളെ എണീറ്റ് വീണ്ടും ഷൂട്ടിന് പോവാ എന്നുള്ളൊരു ഭാഗത്ത് വരുമ്പോ പാക്കപ്പ് ആവുക, കഴിഞ്ഞു. അപ്പൊ ഇത് നിൽക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തത് എപ്പോ ഇതുപോലെ നിൽക്കാൻ പറ്റും. അപ്പൊ ഇനിയിപ്പോ പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിലും അതല്ല നമുക്ക് ഇനി റിലീസിന്റെ സമയം, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക ഓരോരുത്തരും. പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ഇനി അടുത്ത കാര്യം എന്തായെന്ന് ചോദിക്കും. അതേപോലെ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അതായത് പ്രൊഡക്ഷൻ ബോയ് മുതൽക്കൊണ്ട് എല്ലാവരും ചേട്ടാ അടുത്ത എന്തായി, പുതിയ അപ്ഡേറ്റ് എന്താ, വേറെന്താ വീഡിയോ വരുന്നത്, ഇങ്ങനെയുള്ള. കാരണം എല്ലാവർക്കും ഇതിൽ ഭയങ്കര പ്രതീക്ഷ. ഇത് കിട്ടിയിട്ടാണ് ഇനി അടുത്ത ഇതിലേക്കുള്ള പ്ലാൻ. നമുക്ക് പ്രതീക്ഷ. കാരണം എന്ന് പറഞ്ഞാൽ തഗ് എന്ന് പറഞ്ഞ സിനിമ ജൂൺ 6 ഇറങ്ങുന്നത്. നമ്മുടെ തഗ് ലൈഫ് സിനിമ ഇറങ്ങുന്നത് ജൂൺ 5. നിങ്ങള് 2 തഗ്ഗുകളും തമ്മിൽ മത്സരമാണോ? അതൊരു മത്സരം വരാം, പക്ഷെ ഒരിക്കലും ഒരു ക്ലാസ് പേരിൽ മത്സരം ഉണ്ടാവുമായിരിക്കും, പക്ഷെ സിനിമയിലോ അല്ലെങ്കിൽ റിലീസിലോ ഒന്നിലും ഒരു കാരണം അത് നോക്കുമ്പോ ഓരോ ദിവസവും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്ന് തന്നെ ഇത് അത് ഡയറക്ടറോട് ചോദിച്ചു, അന്ന് തന്നെ ഡേറ്റ് വെച്ചത്. അതെന്താ അറിയോ, നമ്മൾ അതായത് ബാലുസ് നായർ ഇതിന്റെ ഡയറക്ടർ നമുക്ക് എല്ലാത്തിനും ഒരു കൃത്യം പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇന്ന ദിവസം ഡേറ്റ് തുടങ്ങും, ഇന്ന ദിവസം ഷൂട്ട് തുടങ്ങും, ഇന്ന ദിവസം തീർക്കും, ഇന്ന ദിവസം നമ്മുടെ ഫസ്റ്റ് പ്രൊമോഷണൽ പോസ്റ്റർ വരും. ഇതെല്ലാം പ്ലാൻഡ് ആയിരുന്നു. അതുപോലെ തന്നെ സ്ക്രിപ്റ്റിന്റെ ഇത് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ നമ്മളുടെ ഐഡിയ ആയിരുന്നു ജൂൺ 6 നമുക്കിത് റിലീസ് ചെയ്യുന്നത്. അന്ന് എനിക്ക് തോന്നുന്നില്ല തഗ് ലൈഫിന്റെ അത്ര അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഷൂട്ട് നടക്കുന്നു എന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മണിരത്നം സാറും കമൽ സാറും ഒക്കെ ഉള്ള ഭാഗത്ത് നമ്മളെ എവിടെ കോമഡി. പക്ഷെ ഓക്കെ, മലയാളത്തില് കേരളക്കരയിൽ എല്ലാവരും തഗ്ഗിനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഇതില് അത് മാത്രമല്ല, നമ്മളിപ്പോ ഇതൊരു OTT കൂടി മെയിനായിട്ട് അതിനാണ് നമ്മൾ കൂടുതലും സാധ്യത കണ്ടിട്ടുള്ളൊരു സിനിമ. അപ്പം അത് തിയേറ്ററിലും കൂടി നമ്മൾ എടുത്തു വരെയും എല്ലാം ആയപ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തിയേറ്റർ റിലീസ് ചെയ്യാൻ നോക്കുക. അപ്പം നമ്മുടെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ആ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തതും എല്ലാം. അത്രയും ഒരു നോർമൽ ലോ ബഡ്ജറ്റിലുള്ള എല്ലാവർക്കും കാണുന്ന ഇഷ്ടപ്പെടുന്ന തരത്തിലൊരു സിനിമ അത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ലോ ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ ഇതിലെല്ലാം സീനിയർ ആയിട്ടുള്ള താരങ്ങളൊക്കെ ഉണ്ട്. അപ്പം സാധിക്കുകയാണെങ്കിൽ ഒരുപാട് അവരുടെ കൂടെയൊക്കെ അഭിനയിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ നടന്നിരുന്ന ഒരു സമയമുണ്ടല്ലോ. ഇവരൊക്കെ ഇതിൽ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നോ? ഇവരെന്നല്ല, എല്ലാ ആർട്ടിസ്റ്റുകളും കോപ്പറേറ്റീവാണ്. കാരണം നമ്മൾ അവരെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതിലാണ്. കാരണം അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അവരെ നമ്മൾ എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ പറയുമ്പം ഇപ്പം ഇതാണ് ഇന്ന മൂവിയാണ്, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവർക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർ ഒന്നും വാങ്ങിക്കാതെ വന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻസ് ആണ്. അത് ഒരിക്കലും ഒരാളും ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെടുമ്പം ഇത്ര തന്നാലേ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയുന്നത് അത് അവർക്ക് ആ ക്യാരക്ടർ പോവല്ലേ. അപ്പോൾ ഒരാളും അതിന് റെഡി ആയിട്ട് നിൽക്കുന്ന എത്ര വലിയ ആർട്ടിസ്റ്റുകളായാലും അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവരതനുസരിച്ച് നമ്മുടെ കൂടെ നിൽക്കുക. അല്ലെങ്കിൽ ടീമിനെ ഇഷ്ടപ്പെടുമ്പം ഇപ്പോൾ സായി ചേട്ടനും ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞാൽ പറയില്ലേ, ഫാമിലി ആയിട്ട് അവർ വർക്ക് ചെയ്ത് ഒരുപാട് വേറെ പ്രൊജക്ട്സ് ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഒരു ടീം വർക്കും ഒരു ഇതിൻ്റെ കൂടെ വരാമെന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ അവിടെയൊന്നും ഇവരാരും ബഡ്ജറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ അങ്ങനെ ബഡ്ജറ്റ് മാത്രം പിടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് കൂടുതലും ഈ കൺട്രോളേഴ്സും അവരൊക്കെയാണ്. അവർ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ പേയ്മെൻറ്റും അതൊക്കെ അടക്കമായിരിക്കും. അപ്പോൾ അവർ ഇതേ പറയുള്ളൂ. നമ്മളൊരു കൺട്രോളർ ആണ് നോക്കുന്നതെന്ന് വെച്ചാൽ കൺട്രോളർ നമ്മൾ ചോദിക്കുമ്പം അവർക്കൊരു രീതി ഉണ്ടാവും. കാരണം അവർക്കൊരു ബഡ്ജറ്റും ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ ആ ബഡ്ജറ്റിൽ പോകുന്ന സമയത്ത് എല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ട് ആർട്ടിസ്റ്റുകൾ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓൾറെഡി ഇപ്പൊ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആണ് സംസാരിക്കുക. ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു എപ്പോഴും അതിന്റെ ഒരു ഗുണം ഉണ്ടാവും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൺട്രോൾ ഉണ്ട്. ആ കൺട്രോളാണ് പക്ഷേ ഈ സിനിമയുടെ എല്ലാം. രാജൻ മാസ്ക് എന്ന് പറഞ്ഞ ഒരാള് ഞങ്ങളെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്. പുള്ളിയുടെ ഒരു ദിവസം കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വേറൊരു ആർട്ടിസ്റ്റിനെ കണ്ടപ്പം പുള്ളി എറണാകുളത്ത് നിന്ന് ആളിനെ 1 മണിക്കൂർ കൊണ്ട് ആലപ്പുഴ എത്തിച്ചു എന്ന് പറഞ്ഞു, തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റിനെ. അത്രയ്ക്ക് പുള്ളി ഫ്ലെക്സിബിൾ ആണ്. പുള്ളി അത്രയും ഈ ഇൻഡസ്ട്രിയെ കൺട്രോൾ ചെയ്യാൻ പറ്റിയൊരു ആളാണ്. അതൊരു ബഡ്ജറ്റ് ഞങ്ങൾ നന്നായിട്ട് പ്രയോജനം ചെയ്തു. ആക്ച്വലി നമുക്ക് മൂവിയിൽ കൺട്രോളർ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് കറക്റ്റായിട്ട് കറക്റ്റ് സമയത്ത് ആ മൂവി തുടങ്ങാനും തീർക്കാനും എല്ലാത്തിനും കറക്റ്റ് സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഡയറക്ടർക്ക് എന്ത് വേണം അല്ലെങ്കിൽ സെറ്റിൽ എന്ത് വേണം ആർട്ടിൽ എന്ത് വേണം, അതിനാണ് കൺട്രോളർ നമുക്ക് ആവശ്യം. ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനെ മാനേജ് ചെയ്യാൻ നമുക്ക് കൺട്രോളർ ആവശ്യമില്ല. ജസ്റ്റ് ഓക്കെ ഫൈൻ സമയം ഇതാണ് പറയേണ്ട ആവശ്യമുള്ളൂ. ബാക്കി അവരുടെ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും സംസാരിക്കാൻ ആക്ച്വലി കൺട്രോളർ ആവശ്യമില്ല. കൺട്രോളർ ആവശ്യം എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിലാണ്. അല്ല ഇതില് നമ്മുടെ
നന്നായിട്ട് നടത്താനാണ്. അതെ അതെ. നമ്മുടെ ഈ പടം കഴിഞ്ഞപ്പോൾ മനസ്സിലായ വേറൊരു കാര്യമുണ്ട്. ഈ ഒരു പഴയ ഇത് പറയില്ലേ, അതായത് ഇത്ര പൈസയും ഇന്ന വക്കീലുണ്ടെന്നുണ്ടെങ്കിൽ ഏത് പ്രതിയും കൊണ്ടും ഇതുപോലെയാണ്. അതായത് രാജമാസ്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ തിരക്കഥയും ഡയറക്ടറും റെഡിയാണെങ്കിൽ ബാക്കിയെല്ലാം പിന്നെ പുള്ളിക്ക് വിട്ടുകൊടുക്കാം. അങ്ങനെ പുള്ളി നമ്മൾ കണ്ണടച്ചിരുന്നാൽ മതി, വേണ്ടതൊക്കെ എത്തിച്ചോളൂ. ഇപ്പം ഒരുപാട് കാലമല്ലേ ഇൻഡസ്ട്രിയിൽ, ഇന്ന് വരെ അങ്ങനെ എന്തെങ്കിലും പേയ്മെന്റിന്റെ ക്ലാഷോ അല്ലെങ്കിൽ ഏതെങ്കിലും മൂവിന്ന് വരുമാനം കിട്ടാതായി പോകും, അങ്ങനെ എന്തെങ്കിലും തർക്കമൊക്കെ വരേണ്ട ഒരു സാഹചര്യം സിനിമയുടെ ഭാഗമാണ്. പിന്നെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പം ഒരു പ്രൊഡ്യൂസർ, നമുക്കൊരു പ്രൊഡ്യൂസറാണ് അല്ലെ, ആളാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ അടുത്ത് പോയിട്ട് നമ്മളൊരു കാര്യം പറയുമ്പം ഇത്ര പേയ്മെന്റ് ആണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും. പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പം അത് മാറാം. പിന്നെ പുള്ളിയുടെ സാഹചര്യങ്ങളും ഇന്ന് ഓക്കെ പറയുന്ന സാഹചര്യം ആയിരിക്കില്ല നാളെ പുള്ളിക്ക് ഉണ്ടാവുക. അപ്പം ആ വ്യക്തിയുടെ അവസ്ഥ മാറാം. എല്ലാ കാര്യം ഡേ ടു ഡേ നമ്മുടെ ലൈഫ് മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഇക്കോണമി മാറുന്നുണ്ട്, പലതും സംഭവിക്കുന്നുണ്ട്. അപ്പം എല്ലാം മാറാം. അപ്പം അങ്ങനെ വരുമ്പോൾ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് പേയ്മെൻറ്റ് എടുക്കാനുണ്ടാവില്ല, ചിലപ്പോൾ അത് റോൾ ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ സമയത്ത് കിട്ടുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ അവരെയും ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ അവർ നമ്മളെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ചില സ്ഥലത്ത് നമുക്ക് കിട്ടാതെ ആവാറുണ്ട്, സിനിമ കഴിഞ്ഞിട്ട് ചിലപ്പം പേയ്മെൻറ്റ് വരാതിരിക്കാറുണ്ട്. ചില ആൾക്കാർ എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ റിലീസിന് ശേഷം അവർക്കൊരു ലെവലാവുമ്പോൾ സോറി കേട്ടോ അല്ല ഇതാണ് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് തരുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഓരോ ആൾക്കാരുടെ മാന്യത അല്ലെങ്കിൽ അവരെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, പ്രൊഡ്യൂസർ ആണോ ശരിക്കും താരങ്ങളാണോ നമ്മൾ പ്രതിഫലം നിശ്ചയിക്കേണ്ടത് ആരാണ് ശരിക്കും? സാധികയുടെ ഒരു ക്യാരക്ടറാണ്. കാരണം ആ ക്യാരക്ടറിന് ആ സിനിമയിൽ എത്രത്തോളം പങ്കുണ്ട് എന്നതാണ് ശരിക്കും കാരണം ആ ക്യാരക്ടറാണ് ആ സിനിമ കൊണ്ടുപോകുന്നത് അല്ലെ. മെയിൻ ലീഡിന് ചിലപ്പോൾ ഒന്നും ചെയ്യാനുള്ള സിനിമയായിരിക്കും, അതിൽ ചിലപ്പം വേറൊരാളാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, അതിനാണ് അയാൾക്കാണ് സിനിമ ഇറങ്ങുമ്പോൾ വാല്യൂ കിട്ടുന്നതെങ്കിൽ ആ ക്യാരക്ടറിനല്ലേ നമ്മൾ കൊടുക്കേണ്ടത്, ആ ക്യാരക്ടറല്ലേ നമ്മൾ പോസ്റ്റ്. അതെ, അതിൽ ചിലപ്പോൾ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിരിക്കും നന്നായിട്ട്. അപ്പൊ ആ ആൾക്ക് നമ്മൾ കൂടുതൽ കൊടുക്കുക, അല്ലെങ്കിൽ അത് നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇവിടെ നമ്മൾ പൊതുവെ ഫേസ് വാല്യൂ നോക്കിയാൽ കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് പൊതുവെ കുറവല്ലേ, സ്ത്രീകൾക്ക് പൊതുവെ എങ്ങനെ ബാർഗെയിൻ ചെയ്ത് അല്ലെങ്കിൽ സ്ത്രീകൾക്കൊരു പിന്നെ അത്രയും ഒരു മലയാളത്തിൽ സ്ത്രീകൾക്കൊന്നും ചെയ്യാനില്ലല്ലോ, അവിടെ കൊണ്ടുപോയിട്ട് സ്ത്രീകൾക്ക് പൈസ കൊടുത്തിട്ട് എന്താ മാർക്കറ്റിംഗ് വാല്യൂ എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളത് മാർക്കറ്റിംഗ് വാല്യൂ ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. തിയേറ്ററിലേക്ക് ഏറ്റവും കൂടുതൽ ആളിനെ എത്തിക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ പോസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നമ്മൾ പറയാനായിട്ടൊരു മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞു നിൽക്കുന്ന ധ്യാനാണ് അല്ലേ. അപ്പൊ ധ്യാനം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പോസ്റ്റർ വരുമ്പോ ധ്യാന്റെ അല്ലേ സത്യം എല്ലാ പടങ്ങളും പൊട്ടുമാണ് എന്നുള്ള ധ്യാൻ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയല്ല. ഈ തഗ് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ധ്യാൻ 2.0 എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഈ പടം മാറിയിരിക്കും. കാരണം ഇതില് വേറൊരു ധ്യാനെയാണ് ബാലുദാസ് നായർ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇതുവരെ കണ്ട ടൈപ്പിലായിരിക്കില്ല. പുള്ളിയുടെ തിര അല്ലേ, ആ ഒരു ആ ധ്യാനെ കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ, അതാ പറഞ്ഞത്. അപ്പൊ അതുപോലെയുള്ള ഒരു ധ്യാനെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ ധ്യാൻ എന്ന് പറയുന്നത് അത്രയും പോസിറ്റീവായിട്ട് കാര്യം ചെയ്യുന്നത് അല്ലേ. എന്നൊക്കെ ആൾക്കാർ വിളിക്കുമ്പോൾ അത് ചിരിച്ചുകൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് ഒരു സിനിമ ഞാൻ ചുളുവിന് വിജയിച്ചു എന്ന് പറഞ്ഞ പ്രിൻസ് ജയിച്ച ഇന്റർവ്യൂ അല്ലേ. തീർച്ചയായിട്ടും. കാരണം ധ്യാന് കാലിബർ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പം നമ്മൾ ആ ആളെ പൊതുവേ ഞാൻ എപ്പോഴും കാണുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയും, വേറെ ആൾക്കാരിലേക്ക് പോകണ്ടല്ലോ. ഒരു സിനിമ ഞാൻ ബ്രേക്കിംഗ് ന്യൂസ് എന്ന സിനിമയിൽ ഞാൻ കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു സോങ് ആണ് ചെയ്തത്. അത് കഴിഞ്ഞ് എനിക്ക് വന്ന കോൾസ് മുഴുവൻ സിനിമയിൽ ഐറ്റം സോങ് ഉണ്ട് ചെയ്യുമോ എന്നുള്ളതാണ്. നമ്മൾ ഒരു സിനിമയിൽ ഒരു സാധനം ചെയ്യുന്നു എന്ന് വിചാരിച്ച് നെക്സ്റ്റ് സിനിമയിൽ നമ്മൾ അതന്നെ ചെയ്തുകൊണ്ടിരിക്കണം നിർബന്ധമില്ല. പിന്നെന്താ വെച്ചാൽ നമുക്കൊരു പേയ്മെന്റ് നമുക്കൊരു ആവശ്യമാണ്. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നു, നമുക്ക് കാശ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം എടുത്ത് അത് ചെയ്ത് നമ്മളൊരു ടൈപ്പ് കാസ്റ്റ് ആയിട്ട് മാറാം. ഇപ്പം ഞാനൊരു 3 സിനിമ അടുപ്പിച്ച് പോലീസ് ചെയ്തു, പക്ഷെ അത് ഞാൻ അടുപ്പിച്ച് വരുമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തതല്ല. പക്ഷെ നല്ല നല്ല ക്യാരക്ടേഴ്സ് വന്നപ്പം ഒന്നില് ലീഡായിരുന്നു, ഒന്നില് നമ്മുടെ മോൺസ്റ്റർ അതെ വൈശാഖേട്ടൻ്റെ ലാലേട്ടൻ്റെ ഫിലിമാണ്, പിന്നെ ഒന്ന് പാപ്പൻ ജോർജ് സാറിന്റെ പടമാണ്. ഇതെല്ലാം ഈ 3 സംഭവം വരുമ്പോ എങ്ങനെ ഞാൻ ഒഴിവാക്കുക? അപ്പൊ എനിക്ക് പോലീസ് ആണെന്നുള്ളത് കൊണ്ട് ഞാൻ ആ സിനിമ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഏതാ ആ സിനിമയിൽ എന്താണ് പ്ലേസ് ചെയ്യുന്നത് എന്താന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഞാൻ അതെടുത്തു. അതേസമയം അതിനുശേഷം ഏതൊന്ന് വന്നപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് തോന്നാന്നപ്പോൾ ഞാൻ വേണ്ടാതെ പറയുകയും ചെയ്തു. അതേസമയം ഞാൻ സെയിം അതന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്നെ പോലീസായിട്ട് മാത്രമേ പിന്നെ ആൾക്കാർ കാണൂ. അതേപോലെ ധ്യാനിന്റെ അവസ്ഥ. കാരണം ധ്യാനിന് ഒന്നാമത് ആൾക്കാർക്ക് ഇഷ്ടമാണ് ധ്യാൻ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അപ്പൊ ധ്യാനിനെ ഏത് സിനിമയിൽ പ്ലേസ് ചെയ്താലും ഒരു ചെറിയൊരു ക്യാമിയോ ആണെങ്കിൽ പോലും ധ്യാൻ അവിടെ പ്ലേസ് ചെയ്താൽ
ഒരു പോസ്റ്ററിൽ പടം ഉണ്ടെങ്കിൽ അത് സെല് ചെയ്യാനും ഒക്കെ ഈസിയാണ്. സോ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാ സിനിമയിലും ആൾക്കാരെ വിളിക്കുന്നുണ്ട്, കാശ് എന്തായാലും കിട്ടുന്നതാണ്, എന്തിനാണ് വേണ്ടെന്ന് പറയേണ്ട ആവശ്യം. എനിക്കൊന്ന് ധ്യാൻ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് കുഞ്ഞിരാമായണത്തില് ലാലു വന്നതിന് ശേഷം ഈ പറഞ്ഞ കണ്ടിന്യൂറ്റി പുള്ളിക്ക് പിന്നെ അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ ഇത് അത് ബ്രേക്ക് ചെയ്യുന്ന ഒരു പടമായിരിക്കും. അതെ അതെ, നമ്മൾ ആ തിരയിലെ ധ്യാൻ ചേട്ടനെ കാണും. പക്ഷെ പുള്ളിക്കൊരു കുഴപ്പമില്ല, അങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങൾക്കൊക്കെ ആ പോസിറ്റിവിറ്റി പകർന്നു കൊടുത്തോണ്ട പുള്ളി അല്ല, പുള്ളി ഡയറക്ട് ചെയ്ത പടത്തിന്റെ അതെ, പുള്ളി ഡയറക്ട് ചെയ്ത പടത്തിന്റെ കാര്യത്തിലും പുള്ളി പറയല്ലോ, വന്നോ ലേറ്റ് ആയോ, കുഴപ്പമില്ല, വാ ചെയ്യണോ, ഇവിടെ വെക്കണോ, ഓ ശരി. എനിക്ക് പക്ഷെ ധ്യാൻ ചേട്ടന്റെ കുഞ്ഞിരാമായണം അതില് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ ആ ഇഷ്ടം കൂടിയതാണ് ബാക്കിയുള്ളതൊക്കെ നിരനിരയായിട്ട് വരാൻ. ഇപ്പൊ പ്രിൻസിലായാലും അത് പക്ഷെ തുറന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ തഗ്ഗിലായാലും ചിലപ്പോ ഒരുപാട് പടങ്ങള് വലിപ്പച്ചെറുപ്പം ഇല്ലാതെ പടങ്ങൾ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഈ സീനിയേഴ്സിന്റെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും കണ്ടുപഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? കറക്റ്റ്, നല്ല ചോദ്യം. എനിക്കും സിദ്ദിഖ് സാറിന് ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയുടെ ഒരു ഓറ അറിയാലോ, പുള്ളി ഇങ്ങനെ അടുത്തെത്തി നിന്ന്, അപ്പൊ ഒരു ഡയലോഗ് പറഞ്ഞ പുള്ളി ഇങ്ങനെ വന്ന് നമ്മുടെ മുന്നിലെത്തി. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളിയെ നോക്കി ഇങ്ങനെ നിൽക്കുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അവിടുന്ന് ഡയറക്ടർ ചേട്ടാ കട്ട് വിളിച്ചു. എന്നിട്ട് ചേട്ടാ ചേട്ടനാണ് ഇനി പറയുന്നത്. ഞാൻ പുള്ളിയെ ഇങ്ങനെ കണ്ടു നിൽക്കുക, കാരണം സിദ്ദിഖ് സാറെ ഞാൻ അത്ര അടുത്തായിട്ട് ആദ്യം കാണുക. അപ്പൊ പുള്ളിയുടെ ഈ ഓരോ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇതായിട്ടേ, അപ്പൊ പുള്ളി എന്നോട് ഇങ്ങനെ ഒരു സീനാണ്, പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളെങ്ങനെ ഒരു ഭാഗത്ത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഈ സ്റ്റോപ്പ് ചെയ്യുന്ന സാധനം വന്നു കഴിയുമ്പോ ഞാൻ വിചാരിച്ച് പുള്ളി എന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അമ്മാതിരി പെർഫോമൻസ് അല്ലേ. അപ്പൊ ഇത് നമ്മൾ സിനിമയിൽ കാണുമ്പോ നമുക്കറിയില്ല എത്ര ടേക്ക് ആണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഇത് പുള്ളി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ക്ലോസ് ഇത്രയും ഇതിൽ വന്ന് നിന്ന് കഴിയുമ്പോ മറന്നുപോയി, നമുക്ക് പറയാനറിയില്ല. എന്നിട്ട് ഡയറക്ടർ വന്ന് പറഞ്ഞു സിദ്ദിഖ് സാറോട്, സാറിന്റെ കൂടെ ആദ്യമായിട്ട് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനോട്. അപ്പൊ പുള്ളി ഇനി കുറ്റം മുഴുവൻ എനിക്ക്. പുള്ളി പറയാ ഇത് പല ഭാഗത്തും ഞങ്ങൾ കേൾക്കണതാ, ഇയാള് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്റെ കുറ്റമാണ്. അപ്പൊ എന്നിട്ട് പുള്ളി പറഞ്ഞു കേട്ടോ, പുള്ളി അത്രയും വളരെ സപ്പോർട്ടീവായിട്ട് എന്നോട് പറഞ്ഞു, എന്റെ പേര് ദേവ്, ഒരു കാര്യമുണ്ട്, ആരൊക്കെ സീനിയറായി വന്നാലും നിങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്യാ, നിങ്ങൾ പോവാ, ബാക്കിയുള്ളവരെടോ ഞാനും ഇതൊക്കെ താനും ഒക്കെ ഒരേ ആർട്ടിസ്റ്റാണ്, ഞങ്ങളും ചെറിയ ചെറിയ വേഷം ചെയ്ത് വന്നതാ. അപ്പോൾ നമുക്ക് തരുന്ന റോള് ഭംഗിയാക്കി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് ഒരാള്, അയാൾ എത്ര സ്റ്റാർ ആണെന്നൊന്നും നോക്കണ്ട. ഈ തഗ്ഗിന്റെ ഒരു ഫുൾ ഫോം പറഞ്ഞിട്ടില്ല. ശരിക്കും നമ്മള് തഗ്ഗടിക്കുന്ന ഒരു ഫീൽ അല്ല ഈ സിനിമയിൽ. ഏതായാലും തഗ്ഗടിക്കുന്നില്ല, തഗ്ഗിന്റെ ഫുൾ ഇതൊന്നും തഗ്ഗിന് നമുക്ക് തഗ്ഗ് അതോ മുഴുവൻ ഇതാണോ പറഞ്ഞത്? CR 143/24. അപ്പൊ അതൊരു എന്താ പറയുക കേസ് ഫയലാണ്. അതൊക്കെ കേസ് ഫയലൊക്കെ ആരാണ് ഇതില് പോലീസായിട്ടാണ്? അതെ അതെ, അതായത് എന്റെ ക്യാരക്ടറിന്റെ പേര് പറയാം അല്ലെ, CI പരലോകം. ഒരു തമിഴ് ടച്ചുള്ള ഒരാളാണ്. എന്റെ പേരായിട്ടാണ് സാധിക ഫിലിമില്. അതെ അതെ, പോലീസ് തന്നെ ആയിട്ടാണ്. പേരാവുമ്പോ പോലീസാണെന്ന് നിർബന്ധമുണ്ടോ? സ്റ്റേഷനിലുള്ള പേര് അങ്ങനെ. ഈ CI അങ്ങനത്തെ ആളല്ല, ഈ CI 3 ഡീസന്റ്. സ്റ്റേഷനിൽ വേറെ പേര്, വീട്ടില് വേറെ റൊമാൻസ് ഒക്കെ ഉണ്ടോ അതോ മൊത്തം ഫാമിലി എന്റർടൈനർ ആണ്, പ്ലസ് അന്വേഷണം കൂടി ചേരുന്ന ഒരു ജോൺ. ഫാമിലി റൊമാൻസ് ഉണ്ട്. നമ്മളെല്ലാം കൂടി വന്നാലല്ലേ നമുക്ക് കാണാനൊരു. അല്ല അതാണ് സിനിമ എന്ന് പറയുമ്പോ അതിലെല്ലാം വേണമല്ലോ. അപ്പൊ അതിനുള്ള എല്ലാ ചേരുവകളും ഒരു ഇൻവെസ്റ്റിഗേഷൻ ജോണറാണ് ഇപ്പം കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്നല്ലേ? അല്ല, ഞാൻ പടം കാണുമ്പോൾ കൂടുതലായിട്ട് പൊളിറ്റിക്കൽ ഇത് വരുന്നത്, അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ, അല്ലെങ്കിൽ പിന്നെ കള്ളൻ മറ്റേ ഹീറോ ആവുന്ന സാധനം, ഈ സാധനങ്ങളാണ് നമുക്ക് ഇഷ്ടം. ഈ 3 ഞാൻ കാണും. എനിക്ക് ഏറ്റവും ഇഷ്ടം ഫാമിലി എന്റർടൈനേഴ്സ് ആണ്. ഫാമിലി കൈൻഡ് ഓഫ്, എനിക്ക് റിലേഷൻഷിപ്പിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ആളായതുകൊണ്ട് തന്നെ പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു കുറച്ച് ഉത്സാഹത്തോടെ അല്ലെങ്കിൽ അങ്ങനെ കാന്തിരിക്കാനായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ജോണറാണ് എപ്പോഴും. നമുക്ക് നെക്സ്റ്റ് എന്താ അറിയാനായിട്ട് നമുക്കുള്ള ഒരു. അപ്പൊ ഇതിൽ ഏറ്റവും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ ഇഷ്ടപ്പെട്ട ഒരു മൂവി പറയാൻ പറഞ്ഞതായിരിക്കും? ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ നമുക്ക് ദൃശ്യം ഡെഫിനറ്റ്ലി ഒരു അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫിലിമാണ്. പിന്നെ ഒരുപാട് സിനിമകളുണ്ട്. അപ്പം രാക്ഷസൻ ഇഷ്ടമാണോ? അല്ല, അങ്ങനത്തെ ഒരു സീരീസ് ഇഷ്ടം പോലെ. അത് ജോക്കർ, രാക്ഷസൻ, അങ്ങനത്തെ ഒരു സീരീസ് ഓഫ് അത് ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മുടെ ഇതില് ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയുമ്പോ ജിത്തു ചേട്ടൻ്റെ ഒരു, അതിപ്പോ മെമ്മറീസ് എടുത്താലും ആ ഒരു എന്താ പറയാ, എനിക്ക് ആ ആളുടെ സ്ക്രിപ്റ്റിംഗ് അത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആ ഒരു അതെങ്ങനെയാണ് അത് ഓരോന്നും
ഇൻവെസ്റ്റിഗേഷൻ ജോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് നമ്മൾ ഓരോ സാധനങ്ങളും ക്ലോസ് ചെയ്ത് പോകണം. കാരണം ആളുകൾക്ക് ഇതെന്തായിരിക്കും അടുത്ത് ചിന്തിക്കാനുള്ള സമയം കൊടുക്കരുത്. ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ലൂപ്പ് ഫോളോ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളിരുന്നിട്ട് അത് ആലോചിച്ച് അപ്പം ഇത് അങ്ങനെ അതിന് സമയം കൊടുക്കരുത്. അതിന് ജിത്തു ചേട്ടൻ എപ്പോഴും ഭയങ്കരമായിട്ട് ക്ലോസ് ചെയ്ത് അങ്ങനെ ചെയ്തു പോകുന്നതാണ്. നേരൊക്കെ എനിക്ക് ഒത്തിരി പുള്ളിയുടെ ഇഷ്ടപ്പെട്ട സിനിമ. കാരണം ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ തന്നെ ഇത് അടുത്ത അതായിരിക്കും സീനിൽ ഓരോ ഇൻവെസ്റ്റിഗേഷൻ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള സ്പേസ് ഒരിക്കലും നമ്മളിപ്പോൾ തുടരും കണ്ടപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നു. കാരണം പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്കൊരു സ്പേസ് അങ്ങനെ നമ്മളത് കണ്ടു പോവാണ്. ഇതിലും ഈ പറഞ്ഞ പോലെ തിരക്കഥ ഡയറക്ടർ തന്നെയാണ്, ബാലുവസ് നായർ തന്നെയാണ് തിരക്കഥ. നല്ലൊരു എന്താ പറയുക, ഒന്നും വിട്ടുപോകാതെ ലൂസ് ആവാതെ വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു തിരക്കഥയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ലാസ്റ്റ് വന്ന രേഖാചിത്രത്തിന്റെ തിരക്കഥ അല്ലെ, ഒരു ഭാഗത്ത് പോലും വിട്ടുപോയിട്ടില്ല. അപ്പൊ അതുപോലൊരു സംഭവം നമുക്ക് തഗ്ഗിലുണ്ട്. തഗ്ഗിൽ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ചേട്ടനാണേലും ഞാനും അല്ല 25 വയസ്സേ ഉള്ളൂ തമാശ പറഞ്ഞു. അപ്പൊ ശരിക്കും ഒരു കുഞ്ഞിക്കൂനല്ലേ നമ്മളെ സായികുമാറായിട്ടിനെ ഓർമ്മ കാണുമ്പോ. പൊട്ടയില്ല, ഇത് മുഖത്ത് എന്റെ ഫേസ്ബുക്കില് ആ കൊറോണ സമയത്ത് ഞാൻ മുട്ടയടിച്ച് ആ സെയിം ലുക്കിലിട്ട ഫോട്ടോ അപ്പൊ എല്ലാരും പറഞ്ഞില്ലേ വാസി, അത് വാസു ഞാൻ മറന്നുപോയി. അപ്പോ ഇതിലെങ്ങനെയാണ് ശരിക്കും വില്ലൻ അല്ല എന്ന് പറഞ്ഞു, പക്ഷെ വില്ലനായിട്ട് കാണാനായിരിക്കും കുറച്ചുകൂടി നമുക്ക് ഒരു ആകാംക്ഷ. അപ്പൊ നമുക്ക് സായികുമാറായിട്ട് ഒരു പകരക്കാരനായിട്ട് പറ്റില്ല. അല്ല, അങ്ങനെ കഴിവുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ സിനിമയിൽ വരുന്നത്. അല്ല, സക്രിയായി മാറാനുള്ളതാണ്. കാരണം നമുക്ക് നമ്മൾ ഒരിക്കലും വേറൊരാളെ റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരാവാനോ ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം അവരൊക്കെ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ അവിടെ പോയിട്ട് അവരാവണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതാണ്. അതിനേക്കാളും നല്ലത് നമുക്ക് പുതുതായിട്ട് നാളെ ആൾക്കാര് സക്രിയനെ പോലെ ആവാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതാണ് എല്ലാ ആൾക്കാർക്കും അങ്ങനെയല്ല ആഗ്രഹമാണ്. അതാണ് നമുക്ക് വേണ്ടത് സിനിമ. ഇതിൽ എന്താണ് ക്യാരക്ടർ, എന്താണ് ക്യാരക്ടർ നെയിം മാർട്ടിനാണ്. നല്ലൊരു ഫാമിലി ബന്ധപ്പെട്ടുള്ളൊരു ആളായിട്ടാണ്. ബിന്ദു പണിക്കർ, ബിന്ദു ചേച്ചിയും സായികുമാറാണ് തമ്മില് ഭയങ്കര ഒരു കെമിസ്ട്രി ഈ സിനിമയിലും ഉണ്ടോ? ഇവിടെ വേറെ രീതി. ഇവിടത്തെ കെമിസ്ട്രി ആരായിരുന്നു? ഡയറക്ടറും ആർട്ടിസ്റ്റും നല്ല കെമിസ്ട്രി ആയിരുന്നു. അത് നല്ല കെമിസ്ട്രി ആയിരുന്നു. ഇപ്പം സാധ്യ ചേച്ചിയാണെങ്കിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. ഇപ്പം പറഞ്ഞു മോൺസ്റ്റർ, പാപ്പർ പോലുള്ള നല്ല ബാനറുകളിൽ ഒരുപാട് പടങ്ങളിൽ അല്ലാതെ അഭിനയിച്ചു. സീരിയലിൽ നല്ല നല്ല വേഷങ്ങൾ ചെയ്തു. പക്ഷെ എനിക്ക് ഇതിനേക്കാളും ചെയ്യാമായിരുന്നു, എനിക്ക് നല്ലൊരു വേഷം ഇനിയും കിട്ടണം, അങ്ങനെ തോന്നിയ മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് സിനിമ ഇപ്പം ഞാൻ ആക്ടിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എപ്പോഴും നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ള ആഗ്രഹം എപ്പോഴും ഉണ്ടാവും. നല്ല സിനിമകൾ കിട്ടിയിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഇപ്പം ആരാണോ മെയിൻ ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ സിസ്റ്ററായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ഞാൻ ഇതുവരെ എനിക്കൊരു ഹീറോയിനായിട്ടോ അല്ലെങ്കിൽ മെയിൻ ലീഡായിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുമില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ല, എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് ആഗ്രഹം. ചെയ്യാനുള്ളതൊക്കെ കൂടെയുള്ള ആൾക്കാർക്ക്, മെയിൻ ആൾക്കാർക്ക് ഒന്നും കാര്യമായിട്ട് അങ്ങനെ പെർഫോമൻസ് ചെയ്യാനുള്ള ഞാൻ അങ്ങനെ ഒരു സംഭവം അങ്ങനെ മലയാളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. പണ്ടത്തെ കാലത്ത് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ഇമ്പോർട്ടൻസാ പെർഫോമൻസ് ഒക്കെ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ദേവാസുരം എടുത്താൽ രേവതി ചേച്ചി ലാലേട്ടനും ഒരുമിച്ച് തകർത്താണ് അല്ലെ. അതിലെല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ എടുക്കുമ്പോ അപ്പൊ അങ്ങനെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. മിഥുനും അവര് മത്സരമാണ് അല്ലെ, ഉർവശി. അപ്പൊ പണ്ടത്തെ ആ ആൾക്കാർക്കൊക്കെ ആ ഒരു സ്പേസ് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആ സ്പേസ് ഇല്ല. കാരണം മെയിൻ ആക്ടർ ആര് ചെയ്തോട്ടെ അവരൊരു പാത്തിലൂടെ പോകുന്നു. ചിലപ്പോൾ നായികയായിട്ട് വരുന്ന ആൾക്കാർ എവിടെന്നെങ്കിലൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് അവരോട് സംസാരിക്കുന്നു, പിന്നെ വേറെ വഴിക്ക് പോകുന്നു. ആ ഒരു ഇതെന്നല്ല, നമുക്ക് കാര്യമായി പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടുന്നത് വളരെ റെയറാണ്. അപ്പം ആ ക്യാരക്ടർ എപ്പോഴും കിട്ടുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അമ്മയുടെ കഥാപാത്രം അല്ലെങ്കിൽ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾക്കാണ് പെർഫോം ചെയ്യാൻ നമ്മുടെ ഇവിടെ കൂടുതൽ സ്പേസ്. നായികയായിട്ട് ഇപ്പൊ തമിഴിലായാലും അവർക്കധികം ചെയ്യാനില്ല. ഒരു ഇൻഡസ്ട്രിയിലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കാര്യമായിട്ട് ഉണ്ടെന്ന്. കാരണം തമിഴിലൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ഗ്ലാമർ ലെവലാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. ബോളിവുഡ് ആണെങ്കിൽ പിന്നെയും എനിക്ക് തോന്നുന്നു ബോളിവുഡ് പോണ സമയത്ത് അവർ പിന്നെയും കാരണം കുറച്ചും കൂടി ഒരു
ഈക്വൽ. കാരണം അവിടെ നായികമാർക്കും അവരുടേതായ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്, ഉണ്ട്. ഉണ്ട്, ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ അത് വെച്ചിട്ട് അവർ ബാലൻസ് ചെയ്ത് പോകുന്നു. പിന്നെ അത് മൾട്ടി സ്റ്റാർ പടങ്ങളൊക്കെയാണ് കൂടുതലും വരുന്നത്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ ഡിമാൻഡ് മാറുക തോന്നുന്നു. കാരണം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് സിനിമ പുറത്തേക്ക് വന്നു. പണ്ട് കുടുംബപുരാണം, അങ്ങനെ കുറെ പടങ്ങൾ വരുമായിരുന്നു. നല്ല പടങ്ങളാണ്, സന്ദേശം പോലുള്ള പടങ്ങൾ. പക്ഷെ ഇപ്പൊ ഫിലിം ആ തറവാടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു, അല്ലെങ്കിൽ ആ വീട്ടുമുറ്റം അതിന് പുറത്തേക്ക് വന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി എന്ന് പറയുമ്പോൾ അവിടെ കാര്യമായിട്ട് ലേഡീസിനൊന്നും ചെയ്യാനില്ല. എവിടെയെങ്കിലും കുറച്ച് വന്നു പോകുന്ന എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ആയിട്ട് മാറി. ഇപ്പം മമ്മൂക്കയുടെ മൂവി വരുന്നു, അതിന്റെ പേരെന്താണ്, കളങ്കാവൽ. അതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാർക്കും ജസ്റ്റ് വന്നു. കാരണം മമ്മൂക്കയുടെ ആ ക്യാരക്ടറിന്റെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ എല്ലാവരും ഉണ്ട്. എല്ലാവരും മെയിൻ ആണെന്ന് വെച്ചാൽ മെയിൻ ആണ്. കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും അതിൽ അവർ ചെയ്യുന്ന റോളിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ത്രൂ ഔട്ട് ദ ക്യാരക്ടർ അവർക്ക് ആ ക്യാരക്ടറിന് കൊടുക്കാൻ പറ്റില്ല. കാരണം അതിൽ ആ ഏത് ക്യാരക്ടറാണ് ഇമ്പോർട്ടന്റ് അത് സിനിമ അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ജോണർ അനുസരിച്ച് എല്ലാം മാറും. അപ്പം നല്ല സിനിമകൾ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ കാണുമ്പോൾ അതില് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ഉള്ള സ്പേസുള്ള സ്ഥലം കാണുമ്പോൾ അയ്യോ അത് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള തോന്നൽ. കാരണം ഒരു ഇന്റർവ്യൂവിൽ ബിന്ദു വരാപ്പുഴ പറഞ്ഞിട്ടുണ്ട്, പണ്ടേയുള്ള ആർട്ടിസ്റ്റ് ഇപ്പം ബഡ്ജറ്റ് കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ആക്ട്രസിനെ കട്ട് ചെയ്യാന്നുള്ള ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. അവരോട് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്രയും ബഡ്ജറ്റ് ആവെന്ന് പറയുമ്പോൾ നായികക്കപ്പോ ഇത്ര കൊടുത്താൽ മതി അങ്ങനെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവരുടെ റോള് കട്ട് ചെയ്യുക. അങ്ങനെ ഇപ്പൊ ചേച്ചി പറഞ്ഞ പണ്ടത്തെ മലയാള സിനിമയിലെന്ന് പറഞ്ഞാൽ എല്ലാ നായികമാർക്കും നായകന്മാരുടെ അതേ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ തുടരൂല്ലല്ലോ ഇപ്പം കണ്ടു നന്നായിട്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ സിനിമകളിൽ ഈ അടുത്ത് പ്രശ്നമുണ്ടായി, നായികമാര് പല സിനിമകളിലും ഇല്ല, സ്ത്രീ കഥാപാത്രങ്ങൾ കുറവാണെന്ന്. സ്ത്രീ കഥാപാത്രം എനിക്ക് തോന്നുന്നു മഞ്ഞുമൽ ബോയ്സ് ഒക്കെ അങ്ങനെ വന്നിട്ടുള്ള സിനിമയാണ്. അതെ, അപ്പൊ വിമർശനവും ഉണ്ടായിരുന്നു അതിന്. നമുക്ക് വിമർശിക്കാൻ വിമർശനം എന്ന് പറഞ്ഞാൽ സ്ത്രീ ഇപ്പൊ എല്ലാം പുരുഷന്മാര് മാത്രമാണ്, പുരുഷന്മാരെ ബേസ് ചെയ്തിട്ട് മാത്രം സിനിമ എടുക്കുന്നു. സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു ഒരു സിനിമയിൽ. ഞാനിപ്പോ ഡൗട്ട് ചോദിക്കട്ടെ, നമ്മളിപ്പോ ഒരു ശബരിമല മെയിൻ ഇതാക്കിയിട്ട് ഒരു സിനിമ എടുക്കുകയാണ്, അവിടെ നമ്മള് അതാണ് മെയിൻ, എങ്ങനെ സ്ത്രീകളെ നമ്മൾ അവിടെ കാണിക്കും? അതിൽ നുഴഞ്ഞു അല്ലെ അതല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവരാരെയും കൊണ്ടുപോകുമ്പോ താഴെ വരെ ഏതെങ്കിലും ഫാമിലി പോകുന്നതായിട്ടോ അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും. അല്ലെ കെട്ടുകാറയുടെ സമയത്ത് അല്ല ഇപ്പൊ മാളികപ്പുറം എടുത്തപ്പോ അതിന് വേറൊരു കാരണം ഇപ്പൊ മലയാള സിനിമയിൽ നായികമാരില്ലാതാവുകയാണെന്ന്. ഇപ്പൊ ഫഹദ് ഫാസിലിന്റെ ഒക്കെ സിനിമ നോക്കുവാണെങ്കിൽ അതിലൊന്നും അധികം നായികമാർക്ക് പ്രാധാന്യം ഇല്ല. ഇതെങ്ങനെയാ അറിയോ, ഇപ്പൊ കമ്മീഷണർ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കമ്മീഷണറിൽ സോങ് ഇല്ല അല്ലേ? ആ സമയത്ത് അതൊരു വലിയ ചർച്ചയായിരുന്നു. അതായത് സോങ് ഇല്ലാതൊരു പടം വന്നിരിക്കുന്നു, അപ്പൊ പാട്ട് എഴുതുന്നവരും മ്യൂസിക് ഡയറക്ടർമാരും ഒക്കെ എന്ത് ചെയ്യും എന്നുള്ളത് ആ സമയത്തൊരു ചർച്ചയുണ്ടായിരുന്നു. പിന്നെ സോങ് ഇല്ലാതെ കുറെ പടങ്ങൾ ഇറങ്ങി. ഓക്കെ, അപ്പോ സിനിമയില് സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ട് സിനിമകളൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ഈ സിനിമയിൽ അത്രയധികം ആർട്ടിസ്റ്റ് ആണ്, ഫീമെയിൽ ആർട്ടിസ്റ്റ് ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും നേരത്തെ സാധ്യത പറഞ്ഞ പോലെ അങ്ങനല്ല. അതായത് ഇത് ഈ പടം തഗ് അതിനൊരു എക്സംഷൻ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ക്യാരക്ടർ കീ ക്യാരക്ടറാണ്. അതായത് ആ ഭാഗം അവർ തന്നെ ചെയ്യണം. അങ്ങനെയുള്ള ക്യാരക്ടർ നേരത്തെ പറഞ്ഞതാണ് പോയിന്റ്. അതായത് ത്രൂ ഔട്ട് നിങ്ങൾ കുറെ നേരം ഏതെങ്കിലും ഒരു ഹീറോന്റെയോ ഹീറോയിന്റെയോ പുറകിൽ വെറുതെ ഇങ്ങനെ നിൽക്കുന്നതിന് പകരം 2 മിനിറ്റ് വന്നു പോകുന്നത് സ്ട്രോങ് ആയിട്ടൊരു മെസ്സേജോ അല്ലെങ്കിൽ അവരുടെ ആ ക്യാരക്ടർ ആളുകൾ മനസ്സിൽ നിൽക്കുന്നത് പോലെ വന്നു പോയാൽ അതുപോലെ ചെയ്യാൻ പറ്റൂ. അത് നമ്മൾ കണ്ടുവന്നിട്ടുള്ള ക്യാരക്ടർ വെച്ചോളൂ ആ സ്ഥാനം ബന്ധുപ്പണിക്ക് ചെയ്താൽ ഒന്നായിരിക്കും എന്ന് ഡയറക്ടർ വന്നു. കഥയ്ക്ക് ആവശ്യമില്ല ലേഡീസിനെങ്കിൽ പ്രത്യേകിച്ച് കുത്തിനടച്ചത് കാര്യമില്ല. റോഷാക്ക് ആണെങ്കിലും ബിന്ദു ചേച്ചി ഇല്ലാതെ നമുക്ക് ആ സിനിമ ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പം അത് മാറണം എന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. സ്ത്രീകളും എല്ലാത്തിലും പഴയ 90s-ലും 80s-ലൊക്കെ പോലെ സ്ത്രീകൾക്കും മുഖ്യ പ്രാധാന്യം, ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് സിനിമ വരണമെന്ന്. ഡയറക്ടർമാരാണ്. ഞാൻ വളരെ കാര്യമായിട്ടുള്ള ഒരു സ്ത്രീ തന്നെ പറയട്ടെ, അത് പറഞ്ഞോളൂ. ആ പറയാനുള്ള ഞാനത് കാത്തിരിക്കും. നമ്മള് ശോഭന ചേച്ചിയെയും എന്താ പറയാ അവരെയൊക്കെ രേവതി ചേച്ചിയെയും ഉർവശി ചേച്ചിയൊക്കെ പോലെ സ്ത്രീകൾക്കും ഭയങ്കര പ്രാധാന്യമുള്ള വേഷങ്ങള്. ഡെഫിനറ്റ്ലി സിനിമ വരുമ്പോൾ അത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അല്ലേ നോക്കേണ്ടത്. കാരണം അവരുടെ കയ്യിലാണ് ഒരു സിനിമ ചെയ്യുമ്പം ആ സിനിമയിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് എവിടെ കൊടുക്കണം, എങ്ങനെ അത് സ്ക്രിപ്റ്റ് എങ്ങനെ ഏത് രീതിയിൽ പ്ലാൻ ചെയ്യാം എന്നുള്ളത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണ് അത് ഹാൻഡിൽ. നമുക്ക് ആർട്ടിസ്റ്റുകൾക്കൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഡയറക്ഷൻ്റെ കാര്യം ചോദിച്ചാൽ ഞാനിപ്പോൾ ഓൾറെഡി ഒരു സിനിമ മറ്റേ യൂട്യൂബ് ഇതിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിൽ ഒരു മൂവി പ്ലാൻ ചെയ്യുന്നു.
ആ പ്ലാനിങ് തൃപ്തിയായി. ഞാൻ അത് വരട്ടെ ആ പ്ലാനിങ് നടക്കുമ്പോഴും ഓൾമോസ്റ്റ് അത് സ്ക്രിപ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വരുന്ന സമയത്തും അതിലുണ്ട്. അതിൽ പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ പോലീസ് സ്റ്റേഷൻ ബേസ് ചെയ്തിട്ടാ സിനിമ. അപ്പം അവിടെ ലേഡീസ് നമുക്ക് അനാവശ്യമായിട്ട് കൊണ്ടു നിർത്താൻ പറ്റൂല. കാരണം ഏറ്റവും കൂടുതൽ സിനിമയിലെ പോർഷൻ വരുന്നത് പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ സ്ത്രീകളെ ഇനി പോലീസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വെറുതെ വെക്കുക എന്നല്ലാതെ അവർക്കൊന്നും അവിടെ ചെയ്യാനില്ല. കാരണം ആ ഒരു അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ഒന്നിലും ഒരു സ്ത്രീക്ക് പോലും ഒന്നും സംസാരിക്കാനോ ഒന്നുമില്ല. അപ്പം ഞാൻ ഡയറക്ടറായി എന്ന് വെച്ചതുകൊണ്ട് എനിക്ക് അവിടെ പോയിട്ട് ചുമ്മാ നമുക്ക് 2 പോലീസിനെ നിർത്താം ഒരു ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ സ്ത്രീകളല്ലേ. അല്ല, അതാണ് ആ സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുമായിരിക്കും. പക്ഷെ അതേസമയം എന്താന്ന് വെച്ചാൽ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു ലേഡി ക്യാരക്ടർ ഉണ്ട്. അത് നമുക്ക് അതിന്റെ ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ ആ ഒരു പോർഷൻ ഉണ്ട്. അതായത് അതിന് മെയിൻ ലീഡ് ചെയ്യുന്ന കുട്ടി അത്രയും സ്ട്രോങ് ആയിട്ട് ഹീറോനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ കുട്ടിക്ക് ഒരു സ്പേസ് ഉണ്ട്. അത് ഡെഫിനറ്റ്ലി ഞാൻ കൊടുക്കണം. പക്ഷെ ആ കുട്ടിക്ക് ടോട്ടൽ സിനിമ എടുക്കുമ്പോൾ ക്യാരക്ടർ ലെങ്ത് കുറവാണ്. ആ കുട്ടിയാണ് മെയിൻ ലീഡ്. ആകെ 3 ലേഡി ക്യാരക്ടർ ആയിട്ട് വരുന്നുള്ളൂ. പക്ഷെ എല്ലാ ആൾക്കാർക്കും 3 പേർക്കും ആ സിനിമയിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മളൊരു സാധനം ചെയ്യുമ്പം ത്രൂ ഔട്ട് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ എനിക്ക് സിനിമയിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന സാധനം നമുക്കിപ്പോൾ ഞാൻ പാപ്പൻ ചെയ്തപ്പം പാപ്പനിൽ ആൾക്കാർ എന്നെ നോട്ടീസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോർജ് സാർ തന്ന ഒരു സീനുണ്ട്. ആ സിനിമയിൽ മൊത്തത്തിലും ഞാൻ സൈഡിൽ കൂടെയൊക്കെ നടക്കുകയാണ്. പക്ഷെ ആശ്ചേച്ചിയായിട്ടുള്ള എൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അത് നോട്ടീസ് ചെയ്യുന്ന ആ ഒരു അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു ഗിരിജ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരു സീനാണെങ്കിലും വെറുതെ വന്നു പോവാതെ നല്ലൊരു ക്യാരക്ടർ ആയിരിക്കണം. ഇപ്പൊ ഈ ബാംഗ്ലൂർ ഡേയ്സ് നമ്മൾ അതിലെ 3 സ്ത്രീ കഥാപാത്രങ്ങളും ഇനിയും മറക്കാതെ ഓർത്തു വെക്കും അല്ലേ. നിത്യമേനോൻ വരുന്നത് വളരെ ചെറിയ ഭാഗം. അതുപോലെ എല്ലാ ലേഡീസ് കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അത് പടം ഇറങ്ങി കഴിയുമ്പോൾ ശ്രദ്ധിക്കപ്പെടും. ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് അല്ല, വെറുതെ അനാവശ്യമായിട്ട് ആരെയും പ്ലേസ് ചെയ്തിട്ടില്ല, അനാവശ്യമായിട്ട് ഒരു ഷോർട്സും ഇല്ല. ഞങ്ങളുടെ ക്യാമറമാൻ ജഗൻ പാപ്പസ് എന്ന് പറഞ്ഞ ഒരാളാണ്, പുതിയ DOP ആണ്. ജഗൻ ചേട്ടന്റെ വർക്ക് പറയാതിരിക്കാൻ വയ്യ. സ്പീഡ് ആയിട്ടുള്ള ക്യാമറ, അത്ര നല്ല ഫ്രെയിം, പുള്ളിയുടെ ഐഡിയാസ് എല്ലാം ഇതാണ്. ഇപ്പൊ ഇനി ഈ കള്ളിച്ചെല്ലുമ്പോ പോലെയൊക്കെയുള്ള ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് നല്ല വൈറലായിരുന്നു. ഒരുപാട് അത്രയും സ്റ്റെഫ് ഉള്ള ഒരു നായികയാണെന്ന് എല്ലാവരും പറഞ്ഞു. എന്നുവെച്ചാൽ ഒരുപാട് സിനിമകളും ചെയ്തു, സീരിയലുകളും ചെയ്തു. അങ്ങനെയുള്ള വേഷങ്ങളോ അല്ലെങ്കിൽ ഇനി അതല്ല ഗ്ലാമർ വേഷങ്ങളൊക്കെ ഇനി ആരെങ്കിലും വിളിച്ചാൽ ചെയ്യുമോ? ഞാൻ ക്യാരക്ടർ നോക്കിയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്ലാമർ ആണോ അല്ലാത്താണോ നോക്കിയിട്ടല്ല. നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എപ്പോഴും ചെയ്യാൻ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു നാടൻ ക്യാരക്ടർ. എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാരക്ടർ എന്താണോ അതിന് എന്താണോ ഇമ്പോർട്ടൻസ്, ആ ക്യാരക്ടർ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് ഡിമാൻഡ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ക്യാരക്ടർ എന്താ ഡിമാൻഡ് ചെയ്യുന്നത്, അതിന് ആ സിനിമയിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി. ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു ബെഡ് ഷെയർ ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു സീൻ ഒരു ഷോർട്ട് ഫിലിമിൽ ഉണ്ടായിരുന്നത്. അത് ഭയങ്കര കംഫർട്ട് ആയിരുന്നില്ല ചെയ്യാനായിട്ടെന്ന്. പക്ഷെ ഡയറക്ടർ അത്രയും കംഫർട്ട് തന്നിട്ടാണ് അത് ചെയ്യുന്നത്. അതായത് എനിക്ക് കംഫർട്ട് ആയിരുന്നില്ല സെൻസ്, അങ്ങനൊരു സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പം എപ്പോഴും നമ്മുടെ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ടീമിന്റെ ഒരു എന്താ പറയുക, അവരുടെ ആവശ്യം കൂടിയാണ് ഞാൻ ആ സീൻ പെർഫോം ചെയ്യുക എന്നുള്ളത്. അല്ലെ ഒരു ആർട്ടിസ്റ്റ് അതിനെ അഗ്രി ചെയ്യുമ്പോൾ അത് ആണായാലും പെണ്ണായാലും രണ്ടുപേർക്കും അവർക്കും ഉണ്ടാവാൻ പല സീൻസും കാര്യങ്ങളൊക്കെ. അപ്പം അതിന് ആ ആർട്ടിസ്റ്റ്, ആ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ നിൽക്കുന്ന ആർട്ടിസ്റ്റിന് എത്രത്തോളം കംഫർട്ട് ആക്കിയാലാണോ ആ സീൻ നമുക്ക് അവരിൽ നിന്ന് കിട്ടുക. അപ്പോൾ അതിനുള്ള കംഫർട്ട് സോൺ കൊടുക്കുക എന്നുള്ളത് ആ സെറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്, ആ ഡയറക്ടറുടെ ഉത്തരവാദിത്വമാണ്. അപ്പം അത് നമ്മൾ ഏത് പെർഫോം ചെയ്യുമ്പോഴും അത് നമുക്ക് തരേണ്ടത് ആ ടീമാണ്. അല്ലാതെ അവിടെ പോയിട്ട് നമ്മൾ അങ്ങനെ ഒരു സാധനം പെർഫോം ചെയ്യുമ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് മൊബൈല്. എല്ലാവർക്കും അതിൽ മൊബൈൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ ഒരു സീൻ പെർഫോം ചെയ്യുമ്പോൾ മൊബൈലും പിടിച്ചിരുന്നാൽ പിന്നെ നമ്മൾ എന്തിനാ അത് സിനിമ കാണിക്കുന്നത് അല്ലേ? അപ്പൊ അത് അത്ര സാധനങ്ങൾ സെറ്റിലൊക്കെ മാറ്റുക, അല്ലെങ്കിൽ അത് ടീം വർക്കാണ്. പല സെറ്റുകളിലും മൊബൈൽ ഫോൺ അലൗഡ് അല്ല ഇപ്പോൾ. നമ്മുടെ രാജൻ ചേട്ടൻ ആ പരിപാടി, രാജമാർക്ക് പുള്ളി എല്ലാവരുടെയും മൊബൈൽ ഒരു ട്രെയിൽ വാങ്ങി കളക്ട് ചെയ്ത് അവിടെ അതൊക്കെ പുറത്തു പോലെ. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ലിപ് ലോക്ക് രംഗങ്ങളിലൊക്കെ അഭിനയിക്കുമ്പോൾ ലേഡീസ് എപ്പോഴും വിമർശനങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട്, പുരുഷന്മാരെപ്പോഴും സേഫ് ആണ്. അതിൽ പോലും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇമ്രാൻ ഹാഷ്മിയും മറ്റേ ടൊവിനോ ഒക്കെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ആൾക്കാരാണ്. ഇത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ നിങ്ങൾ 3 പേരും ചെയ്യോ? നമ്മൾ അങ്ങനെയൊന്നുമില്ല, വലിപ്പിച്ചൊരു ഇതൊന്നുമില്ല, ക്യാരക്ടർ ആവശ്യപ്പെടും. ചെയ്യും. സക്കറിയ ചേട്ടനായാലും
ജോജു ജോർജിനെ പോലെ തന്നെയുള്ള ഹെയർ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെയാണ്. സായികുമാറിന്റെ ഒരു പകുതി ടച്ച്, ജോജു ചേട്ടന്റെ പകുതി ടച്ച്. അപ്പൊ അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ലുക്ക്? ഇങ്ങനെ പറയാറുണ്ട് ജോജു ചേട്ടനെ പോലെ ഇരിക്കണോ എന്നൊക്കെ. പക്ഷെ എനിക്ക് ആഗ്രഹം എന്നും നമ്മള് ഹെയർ സ്റ്റൈൽ അങ്ങനെ ആയിപ്പോയി. നമ്മള് എന്താ എന്തൊക്കെ പറയാൻ ചിലര് പറയും ലെൻസ് വെച്ചിട്ടുണ്ടോ ചോദിക്കും. അടുത്ത സിനിമയിൽ പറയാറുണ്ട് പപ്പ തന്ന ലെൻസാണ്. നമുക്ക് നാച്ചുറലാ. പിന്നെ ഇങ്ങനൊക്കെ പറയുന്നോണ്ട് നമുക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പം ഇന്നതുപോലാണ്, ഇന്ന ആളെ പോലെ ഇരിക്കുന്നു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഇത്രയും വലിയ ലെജൻഡറി ആക്ടേഴ്സിനെ പോലെ ഒക്കെ ഇരിക്കുന്നു പറയുമ്പോഴേ പറഞ്ഞ പോലെ അതുപോലൊക്കെ അതുപോലത്തെ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇരട്ടയില്? കണ്ടുപിടിച്ചല്ല, പുള്ളിയൊക്കെ അനുകരിക്കാൻ പുള്ളിയുടെ സ്വഭാവമാണ് നമുക്ക് അനുകരിക്കേണ്ടത്. അത്രയും നന്നായിട്ട് മറ്റുള്ളവരോട് ഇടപെടുന്നത്, തീരെ ഏറ്റവും ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാം സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നവരോട് വരും. പുള്ളി അങ്ങനെ വന്നുകൊണ്ടാവാം അത്രയും കാര്യമായിട്ട് കെട്ടിപ്പിടിച്ച് പുള്ളി ഇരട്ടയുടെ പ്രൊമോഷനൊക്കെ ഞങ്ങളെ ആ സ്റ്റേജിൽ കയറ്റി പുള്ളി ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്താ. അപ്പൊ അത്രയും സ്നേഹത്തോടെ ഇടപെടുന്ന ഒരാളാണ്. അപ്പൊ പുള്ളിയെ പോലെ ഇരിക്കുന്ന പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുകൂടി ഒരു പോയിന്റ് ആണ്. കാരണം തഗ്ഗില് ഞങ്ങളുടെ സക്കറിയ വരുമ്പോ ആ സമയത്ത് തഗ് ലൈഫിൽ ജോജി ജോർജ് വരുന്നുണ്ട്. ഒരു ദിവസത്തിന്റെ ഗ്യാപ്പിൽ രണ്ടുപേരും തിയേറ്ററിൽ കളിക്കുക. ഇപ്പൊ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇപ്പൊ ബിന്ദു ചേച്ചിയും സായികുമാറായിട്ടൊക്കെ ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് പല സെറ്റുകളിലും. അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടോ നിങ്ങള്? നമ്മുടെ അവിടെ ചാൻസ് വളരെ കുറവായിരുന്നു. നമ്മുടെ ഷൂട്ട് എല്ലാം നടന്നത് ആലപ്പി ആ ഒരു ഏരിയ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ലൊക്കേഷൻ നല്ല ഫുഡായിരുന്നു. നന്നായിട്ട് ഫുഡ് കഴിക്കാം. സിനിമയിൽ വന്നൊരു ഗുണം കിട്ടിയത് ബിന്ദു ചേച്ചി ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ചായ ഉണ്ടാക്കുന്നുണ്ട്. പുള്ളിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ചായ, പഴംപൊരി, സ്നാക്സ് ഇഷ്ടം പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വിളിച്ചിരുത്തി ഇതൊക്കെ ഞങ്ങൾ തരാറാണ്. അത് ഇവിടെ കൊച്ചിയിൽ വരുമ്പം ഇവര് അവിടേക്ക് വിളിക്കും, പോവും, മീറ്റ് ചെയ്യും. അങ്ങനെ അല്ലാതെ കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നുണ്ടായിരുന്നു സിദ്ദിഖേട്ടനെ കാണാൻ പോയി പുള്ളിക്കാരനെ പറഞ്ഞ പോലെ സാധന ഷോപ്പിൽ ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെന്ന് ബേക്കറി ചെന്ന് ഞങ്ങൾക്ക് ഉഴുന്നോടെ മേടിച്ചു തന്നു. ഞങ്ങൾ ഭയങ്കര ഷുഗർ കട്ടാണോ എല്ലാരും? അല്ല, അങ്ങനെയല്ല, കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നു. ഷുഗർ കട്ടാണ് പൊതുവെ. ഷുഗർ പൊതുവെ ഞാൻ കഴിക്കും, പേസ്ട്രി ഒക്കെ കഴിക്കും, പക്ഷെ അല്ലാതെ അൺവാണ്ടഡ് ആയിട്ട് ഷുഗർ അധികം കഴിക്കാറില്ല. മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞോണ്ട് ഇപ്പൊ സിദ്ദിഖേട്ടന്റെ കാര്യം പറഞ്ഞപ്പം നമുക്ക് ഇതിൽ കിട്ടിയ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ധ്യാനം ഞാൻ പറഞ്ഞ പോലെ തന്നെ പറയേണ്ട ഒരാളാണ് സിദ്ദിഖേട്ടന്റെ കാര്യം. ബിക്കോസ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇന്ന് നിൽക്കുന്നതില് ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള, ഇത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടർ എന്ന് പറയുന്ന ആരുടെ കൂടെ വെച്ചാലും ഏത് ക്യാരക്ടർ കൊടുത്താലും, അത് കോമഡി ആയിക്കോട്ടെ, വില്ലൻ ആയിക്കോട്ടെ, ഇനി അതല്ല ഒരു അച്ഛൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, മകൻ്റെ എന്ത് കൊടുത്താൽ, ഇമോഷണൽ ആയിക്കോട്ടെ, എന്ത് കൊടുത്താലും ഇക്കയുടെ ക്യാരക്ടർ അതിന് ഒരു ലെവലും ഇല്ല. നമ്മള് സിനിമ മൊത്തം പോയാലും ചിലപ്പോൾ നമ്മൾ പുള്ളിയുടെ ക്യാരക്ടർ ഓർത്തിരിക്കും. അത് തന്നെയാണ് ഇവിടെ ദേവിന് പറ്റിയത്. കണ്ടിട്ട് നോക്കി നിന്നു. നമ്മള് കാണുന്നത് മറ്റേ ഇതിലേ ചോട്ടാ മുംബൈയില് തല പുള്ളി ഈ കുപ്പി എടുത്തിട്ട് അപ്പൊ നമ്മൾ അതൊക്കെ ഇങ്ങനെ കണ്ടു രസിക്കില്ല. ഈ പുള്ളി ഇവിടെ വന്നിട്ട് വേറൊരു സംഭവമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴേ അതെ സത്യം, ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ കൂടെ ഞാൻ ഒരുപാട് സിനിമ സിദ്ദിഖേട്ടന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ഈവൻ എന്റെ സിനിമയിലും സിദ്ദിഖേട്ടൻ മിക്കവാറും കാണും. ഞങ്ങളൊക്കെ അല്ല, നമ്മള് എപ്പോഴും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ സിദ്ദിഖേട്ടൻ ഞാൻ ഫസ്റ്റിലൊരു സിനിമ പ്ലാൻ ചെയ്തപ്പോഴും ഇതിന് മുമ്പ് ഓൾറെഡി വേറൊരു മൂവിയാണ് പ്ലാൻ ചെയ്തത്. അച്ഛനാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് കാരണം അത് ഇനി വരുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ നമുക്ക് സംസാരിക്കാം. ഇത് അല്ലല്ല, ഇത് ഒഴിവ് പറയാ. ഞാനല്ല, അച്ഛനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ പുള്ളിയാണ് പോയി കാണേണ്ടത്. എന്നോട് ചോദിക്കില്ലേ. അതുകൊണ്ട് തന്നെ തഗ് ലൈഫിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുവാണ്. അതിന്റെ കൂടെ ഞങ്ങളുടെ ഒരു കുഞ്ഞു സിനിമ തൊട്ടടുത്ത ദിവസം തിയേറ്ററിൽ റിലീസ് ആവുന്നുണ്ട്. ജൂൺ 6-ാം തീയതിയാണ് സിനിമ റിലീസ് ആവുന്നത്. കേരളക്കരയാകെ കത്തിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത്രയ്ക്ക് ഇല്ലെങ്കിലും നിങ്ങൾ ഞങ്ങളെ കത്തിക്കണം. നിങ്ങൾ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അതായത് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ചുമ്മാ ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് നിങ്ങൾ അതാണ് ആ ജഡ്ജ്മെന്റ് എടുത്ത് പോവാൻ നിൽക്കരുത്. കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ്സും കാര്യങ്ങളും. ഒരു സിനിമയെ നശിപ്പിക്കാൻ കാത്തിരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്.
ഡെഫിനറ്റ്ലി എടുത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ അത്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഡെഫിനറ്റ്ലി എല്ലാവർക്കും. പറയുന്നില്ല. കാരണം ഓരോ ആൾക്കാരുടെ പെർസെപ്ഷനും ഓരോ ആൾക്കാർ പെർസീവ് ചെയ്യുന്ന രീതികൾ വ്യത്യസ്തമാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന ജോണർ ആയിരിക്കില്ല ദേവന് ഇഷ്ടപ്പെടുന്നത്, അതായിരിക്കില്ല സക്രിയക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരു സിനിമ കണ്ട് ഞാൻ എങ്ങനെയാ പറയാ അത് വേറെ ആർക്കും ഇഷ്ടപ്പെടില്ല എന്നുള്ളത് അല്ലേ? അത് എന്റെ തീരുമാനം, എന്റെ ഇഷ്ടമാണ്. എന്റെ ഇഷ്ടം എനിക്ക് പറയാം, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇനി നിങ്ങൾ പോയി കണ്ടു നോക്കൂ, നിങ്ങൾ പോയി കണ്ടു നോക്കൂ. അല്ല, മലയാളത്തിൽ പൊതുവെ അങ്ങനെയാണ്. അതായത് പ്രേക്ഷകര് നല്ല സിനിമയെ സ്വീകരിച്ചിട്ടുള്ള പ്രേക്ഷകരാണ് മലയാളികൾ. അതുകൊണ്ട് ഇത് ഒരു വട്ടം നിങ്ങൾ പോയി കാണണം, തിയേറ്ററിൽ കണ്ടു കാണണം. നോക്കുക, ഇഷ്ടപ്പെട്ട ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യുക, റിവ്യൂ ഇടുക, ബാക്കി ആൾക്കാരോട് പറയുക, കാണാൻ. കാരണം കൊച്ചു സിനിമയാണ്, ചെറിയൊരു ബഡ്ജറ്റിൽ വരുന്ന ഒരു കൂട്ടായ്മയുടെ സിനിമയാണ്. സോ അതിനെ വിജയിപ്പിക്കേണ്ടത്. അതെ, അപ്പൊ എല്ലാവരും തഗ്ഗിന്റെ കൂടെ ഉണ്ടാവുക. താങ്ക് യു. തിരയിലെ ധ്യാൻ ചേട്ടനെ നമുക്ക് ഒന്നുകൂടി കാണാൻ പറ്റും. യെസ്, ഒരു സിനിമ കൂടിയാണ് ധ്യാൻ ചേട്ടന്റെ മറ്റൊരു പ്രകടനം. Correct. എല്ലാവരും അതിനൊപ്പം ഉണ്ട്. ഒരുപാട് താങ്ക് യു. താങ്ക് താങ്ക് യു. യു.